എത്രയോ ബിസിനസ്സുകൾ പൂട്ടിപ്പോകുന്നു, ആൾക്കാർ അത് നോട്ട് ചെയ്യില്ല. പക്ഷെ ഒരു സിനിമ പൊട്ടിയ നമ്മൾ തന്നെ, അതായത് എടുത്ത പ്രൊഡ്യൂസർ മൊത്തം തകർന്നു പോയിന്ന് തന്നെ ആൾക്കാർ. കാരണം എല്ലാവർക്കും അതിലൊരു ഒപ്പീനിയൻ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരുടെയും ഡെയിലി ടോക്കിൽ വരുന്ന ഒരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് അത് എന്റെ തകർച്ച പെട്ടെന്ന് കാൽക്കുലേഷൻസ് വരും. ഇപ്പോൾ 2-3 ഇന്റർവ്യൂല് ഇത് പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ എല്ലാ സ്ഥലത്തും ചർച്ച ചെയ്തല്ലേ ഇതിലെ സിനിമ ഫെയിലിയർ ആവുന്നു. നേരത്തെ ശ്രീരാഗ് പറഞ്ഞ പോലെ ഇത്രയും മൂവീസ് വന്നിട്ട് അതിലൊരു വളരെ ചുരുക്കം പെർസെൻറ്റേജ് മാത്രമല്ലേ സക്സസ് ആവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന, കാണാതെ പോകുന്ന, ഫെയിലായി പോകുന്ന ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവില്ലേ, ലൈഫ് നഷ്ടപ്പെടുന്ന ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിന് മുന്നേ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഫിലിം പുള്ളി ഒരു പ്രൊഡ്യൂസറാണ്, എനിക്ക് ഓർമ്മയില്ല ഇത്രയും. ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ മേലാൽ പോകരുത്. അത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയൊക്കെ പറയുന്ന പോലെയാണോ, ആ ഒരു ആസ്പെക്റ്റിലാണോ കാണേണ്ടത്? ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ സിനിമ ഒരുപാട് കടമെടുത്തും ഇതെടുത്തും സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരിക്കലും പോകരുത്. അത് 100% ഷുവറാണ്. കാരണം സിനിമയ്ക്ക് എപ്പോഴും ഒരു ലക്ക് ഒരു ഫാക്ടർ തന്നെയാണ്. 100%ഉം ലക്ക് പല തരത്തിൽ സിനിമ ലക്ക് ഫാക്ടറാന്ന് പറയാൻ കാരണം, നമ്മളിപ്പോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് കൊറോണയോ അല്ലെങ്കിൽ നമ്മുടെ വെള്ളപ്പൊക്കം പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു നാഷണൽ പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഇത് ഒരു വട്ടം റിലീസ് ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ. നമുക്ക് ബാക്കിയുള്ള പ്രൊഡക്ഷനെ പോലെ നമുക്ക് എടുത്തു വെച്ചിട്ട് പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത് ഷൂട്ടിംഗ് സമയത്തും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം.